അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. അവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചത് തെറ്റായ വിവരങ്ങളാണ് എന്നൊരു പരാതി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ കൊടുക്കുന്നു. അപ്പോൾ അത് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുകയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ്. രാജീവ് ചന്ദ്രശേഖർ വിവരങ്ങൾ മറച്ചുവെക്കുന്നുണ്ടോ? ഉണ്ടെന്നല്ലേ രേഷ്മയ്ക്ക് എന്താണ് മനസ്സിലായത്? അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നമ്മൾ മനസ്സിലാക്കുന്നത് രാജ്യത്തെ ശതകോടീശ്വരന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ്, BJP നേതാവുമാണ്. ശതകോടീശ്വരനായതിനു ശേഷം ബിസിനസ്സിൽ പ്രാഗൽഭ്യം തെളിയിച്ചതിന് ശേഷം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കോടീശ്വരനായതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച ആളാണ് അദ്ദേഹം. പക്ഷേ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹം കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള ഒപ്പമുള്ള സത്യവാങ്മൂലത്തിൽ മാത്രം അദ്ദേഹം ഒരു ശരാശരി മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശശി തരൂരിൻ്റെ കയ്യിലുള്ള അത്ര പണം പോലും ഇല്ല എന്ന് കാണുകയാണ്. തരൂരിൻ്റെ കയ്യിൽ 56 കോടിയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 36 കോടിയുമേ ഉള്ളൂ. തരൂർ അയാളേക്കാൾ വലിയ കോടീശ്വരൻ. അതേസമയം നമ്മൾ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ സ്വന്തമായി ചാനലുകൾ, മാധ്യമ സ്ഥാപനങ്ങളുള്ള, വേറെ എമ്പാടും കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോടീശ്വരന്മാരിൽ ഒരാളാണ്. BPL കമ്പനി വിറ്റപ്പോൾ കിട്ടിയത് 4500 കോടിയാണ് അന്തകാലത്ത്. അപ്പോൾ അന്ന് കിട്ടിയ ആ കോടികളുണ്ട്. അതിനുശേഷം ഇങ്ങനെ നിക്ഷേപിച്ചുണ്ടാക്കിയ കോടാനുകോടികൾ വേറെ. അതായത് നമ്മുടെ അതാണ് അർണബിൻ്റെ ചാനലിൽ ആകെ എടുത്തത് 15%, റിപ്പബ്ലിക്കിൽ 15% ഓഹരിയാണ് എടുത്തത്. 60 കോടിക്കാണ് അന്നത് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ 9% വിൽക്കുന്നത് 92 കോടിക്കാണ്. അപ്പോൾ അതിൻ്റെ 9% മാത്രമേ പിന്നെ വിറ്റുള്ളൂ. എത്രയാണ് കൂടിയെന്ന് ഓർക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉള്ളതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കൂടെ 36 കോടിയേ ഉള്ളൂ. അപ്പോൾ ഇത് അദ്ദേഹത്തിനും അറിയാം, നാട്ടുകാർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയുണ്ട്. ടാക്സ് കൊണ്ട് 568 രൂപയുള്ള ആകെ ആദ്യം 2018 കൊടുക്കത്തില്ലെന്നാണ് സത്യവാങ്മൂലത്തിൽ കൊടുത്തത് രാജ്യസഭയിൽ മത്സരിക്കുമ്പോൾ. അപ്പോൾ ഇത് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയുണ്ട്, നമുക്കും അറിയാം പൈസയുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയാം പൈസയുണ്ട്. പക്ഷേ കൊടുക്കുമ്പോൾ ഈ കണക്ക് കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് നിയമത്തിലെ ചില സാങ്കേതികതകളാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ വെച്ച് നമ്മൾ വേറെ കുറേ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. പലതരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ കമ്പനിയിൽ ഉണ്ടാക്കുന്ന റിട്ടേൺസ് ആൻഡ് അവരുടെ ലാഭവിഹിതം, അതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം ഞാൻ പറയേണ്ട കാര്യമില്ല, എനിക്കത് കാണിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുകൊണ്ട് അതിന് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നിട്ടുണ്ട്. എല്ലാ സ്ഥാപന ജംഗമ വിവരങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാര്യമാരുടെയും എവ്രിതിങ്സിൻ്റെ വിവരങ്ങൾ, ഇപ്പോൾ 3 കാറുകളുടെ വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളൊരു ഹർജിയിൽ നിന്ന് കോടതി ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു പഴുതാണ്. ആ പഴുത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? എൻ്റെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മദർ കമ്പനി പലയിടത്തായിട്ട് നിക്ഷേപം നടത്തി ഈ ശതകോടികൾ വാരിക്കൂട്ടുന്നുണ്ട്. പക്ഷേ ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിനെ അതിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ മതി വിവരങ്ങൾ കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കൂ, നിങ്ങളുടെ ശശി തരൂരിനേക്കാളും പൈസ കുറഞ്ഞൊരു പാവം പിടിച്ചവനാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അപ്പോൾ ഇതിനകത്ത് എന്താ സംഗതി എന്നുള്ള വെച്ചാൽ ഒരു ധാർമ്മികമായ കാര്യമാണ്. എന്ന് വെച്ചാൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്, അയാളുടെ കയ്യിൽ എന്തുമാത്രം പൈസയുണ്ട്, എവിടെയൊക്കെ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ സ്റ്റേറ്റ് മിഷനറി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുക, സുതാര്യമായിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ധാർമ്മികമായ മൂല്യത്തിൻ്റെ കാര്യമാണ്. ഒപ്പം പൊളിറ്റിക്സിൽ പ്രവർത്തിച്ചുകൊണ്ട് അനർഹമായി പണം സമ്പാദിച്ചു കൂട്ടുന്നുണ്ടോ, കഴിഞ്ഞ തവണ എത്രയാണ് തന്നത്, ഇത്തവണ തരുമ്പോൾ അത് കൂടിയോ കുറഞ്ഞോ എന്നതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളൊരു പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വ്യവസ്ഥ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിൽ വെച്ചിട്ടുള്ളത്. അതിനെ ധാർമ്മിക മൂല്യമില്ലാതെ മറികടക്കുന്നു എന്ന പ്രശ്നത്തിനകത്തുകൊണ്ട് ജനങ്ങളോട് കാണിക്കുന്ന ഒരു തരം, ജനങ്ങളെ വാല്യൂ ചെയ്യാത്ത ഒരു സംഗതിയായിട്ട് വേണം അതിനെ കാണാൻ. അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വാല്യൂ ചെയ്യുന്ന ആളൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം നിവേദനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പല ആളുകളും. BJPക്കാർ പറയുന്നു കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്, നിവേദനം എഴുതി കൊടുക്കാൻ പറയുന്നു. പല പാവപ്പെട്ട ആളുകളും നിവേദനം കൊടുക്കുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന കപ്പാസിറ്റിയിൽ നിവേദനം വാങ്ങി വായിച്ചു നോക്കുകയും ഉറപ്പുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CPM കഴിഞ്ഞ വാർത്താ സമ്മേളനം നടത്തി ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ചില പരിപാടികളിൽ പങ്കെടുക്കുന്നു, ആ പരിപാടിയിൽ നിന്നുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ പണിയൊക്കെ ചെയ്യുന്നതിന് മടിയില്ലാത്ത ആളാണ് അദ്ദേഹം. ഇതിന് മുൻപ് പാർലമെൻറ്റിൻ്റെ മന്ത്രിയാവുന്നതിന് മുൻപ് പാർലമെൻറ്റിൻ്റെ പ്രതിരോധകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ്. അതേസമയം അദ്ദേഹം ഒരു പ്രതിരോധ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളുമാണ്. പ്രതിരോധ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആൾ രാജ്യത്തിൻ്റെ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളായി മാറുക എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണ്, രാജ്യത്തിൻ്റെ പ്ലാൻ എന്താണ്, പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, ഒരു സ്വകാര്യ ഇൻവെസ്റ്റർ. പക്ഷേ ഇത് ആ നിലയ്ക്ക് വിമർശിക്കപ്പെടുകയോ വാർത്തയാക്കപ്പെടുകയോ ചെയ്തില്ല. വയറിലാണ് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് വാർത്ത വരുന്നത്. വയറിനെ കൊണ്ട് അദ്ദേഹം ഏകപക്ഷീയമായ ഒരു വിധിപ്പുലൂടെ മാപ്പ് അറിയിപ്പിക്കാൻ ശ്രമം നടത്തുകയും ആ സ്റ്റോറി വിഡ്രോ ചെയ്യിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവർ വലിയ നിയമ പോരാട്ടമൊക്കെ നടത്തി അവർക്ക് തിരിച്ചു വരാൻ പറ്റി. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയെ, പ്രാതിനിധ്യ സംവിധാനത്തെ, തെരഞ്ഞെടുപ്പിനെ എന്തുമാത്രം
റെസ്പെക്റ്റോടെ സമീപിക്കുന്ന ആളാണെന്ന ചോദ്യത്തിന് നമുക്ക് ആ റെസ്പെക്റ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും കണ്ടെടുക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിർഭാഗ്യവശാൽ ഇതൊന്നും ആ നിലയ്ക്ക് ചോദ്യം ചെയ്യാനോ പിടിക്കാനോ കഴിയുന്ന കർക്കശമായ നിയമങ്ങൾ കൂടി നമുക്ക് ഇല്ലാതായിപ്പോയി. ഇനി നിയമങ്ങളുണ്ടെങ്കിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കാൻ ഈ രാജ്യത്ത് നിയമമൊന്നും തൽക്കാലം ഇപ്പോൾ വരാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം NDAയുടെ കാൻഡിഡേറ്റാണ്. അതുതന്നെയാണ്. ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ അദ്ദേഹം നൽകിയിരിക്കുന്ന കണക്കിൽ അധികം പൈസ ഉണ്ടെന്ന് അദ്ദേഹത്തിനറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കറിയാം, നമുക്കറിയാം, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തണമെന്നൊരു ഉത്തരവ് ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? കാരണം അതിൽ സംഭവിക്കാനുള്ള ഒരു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കോടതികൾ പോലും ആ പ്രക്രിയയിൽ ഇടപെടില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്നു, സൂക്ഷ്മ പരിശോധന നടത്തുന്നു, നോമിനേഷൻ സ്വീകരിക്കപ്പെടുന്നു, നിങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയോണ്ട് കാര്യമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയതൊന്നും വലിയ കാര്യമില്ല. ആ പ്രക്രിയ കഴിയും വരെ സാധാരണഗതിയിൽ കോടതി ഇടപെടുക തന്നെയില്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷനും അപൂർവമായിട്ട് മാത്രമേ ഇടപെടുള്ളൂ. അപ്പോൾ അങ്ങേർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞ ശേഷമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഒരു ഇങ്ങേര് കണക്കുകൾ ജനപ്രാതിനിധ്യ നിയമം ലംഘിച്ച് തെറ്റായ കണക്കുകൾ കാണിച്ച ഒരാളാണ്. നിങ്ങൾ അയാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ തിരഞ്ഞെടുപ്പ് നിയമപരമായി റദ്ദാക്കപ്പെടാൻ പോകും എന്ന് ജനങ്ങളോട് പറയാൻ ഈ UDFകാർക്കും LDFകാർക്കും ഒരവസരമാണ്. അത് പറയാം. കാരണം ഈ പറയുന്ന ഇത്രയും സ്വത്തിനുടമയായിട്ടുള്ള ആൾ ഇത്രയും കഴിഞ്ഞ 2018 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം സമർപ്പിച്ചതിനകത്ത് 68 കോടിയാണുള്ളത്, 65 കോടി. അതാണ് 4 വർഷം കഴിയുമ്പോഴേക്ക് നേരെ 5 വർഷം കഴിയുമ്പോഴേക്ക് 36 കോടിയായിട്ട് കുറയുന്നത്. അതെങ്ങനെ സംഭവിക്കും? ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഇത്രയും കോടി നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിന് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവനെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, ഇങ്ങനെ ജയിച്ചാൽ തന്നെയും ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും എന്ന് ജനങ്ങളെ പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ പറ്റും. അതാണ് ഇതിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ പിടിക്കുവാൻ, അദ്ദേഹത്തിനെതിരെ വാർത്തകൾ കൊടുക്കുവാൻ അങ്ങനെയൊന്നും കഴിയില്ല. കാരണം പറഞ്ഞ കേന്ദ്രമന്ത്രിയാണ്, വലിയ മുതലാളിയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ BJP നിർത്തിയിരിക്കുന്ന, NDA നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഷ്രൂഡായിട്ടുള്ള, ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പെർഫോമർ, പൊളിറ്റിക്കൽ പ്ലെയർ എന്ന് നിശ്ചയമായും പറയാവുന്ന കാൻഡിഡേറ്റാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് കളിക്കാൻ അറിയാം. ഈ പണം എവിടെ മറച്ചു വെക്കണം, പണം എവിടെ കൊടുക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അത് എവിടെയൊക്കെ കൊടുക്കപ്പെടുന്നുണ്ട് എന്ന് തിരുവനന്തപുരത്ത് സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ചെറിയ കളിയല്ല എന്ന് അപ്പുറത്ത് മത്സരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിന് പൈസ കാണിക്കില്ല എന്നുള്ളേ ഉള്ളൂ, അത് അങ്ങനെ ഇറക്കാൻ മടിയുള്ള ആളല്ല. അപ്പോൾ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടാവേണ്ടത് അയാളിലുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ആർജിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തീരുമാനിക്കട്ടെ. ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.